നമസ്കാരം. സാധാരണ അരിയും ഉഴുന്നും കൂടി അരച്ചാണ് നമ്മൾ ഇഡ്ലിക്ക് അല്ലെങ്കിൽ ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കുന്നത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യാസമായി റാഗിപ്പൊടി ഉപയോഗിച്ച് നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കുകയാണ്. ഇതിൽ അരി ചേർക്കുന്നില്ല. ഞാനിതിന് വേണ്ടി മുളപ്പിച്ച റാഗിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാരണയായിട്ടുള്ള റാഗിപ്പൊടിയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. മുമ്പ് ഞാൻ ഒരുപാട് റാഗി റെസിപ്പീസ് ചെയ്തിരുന്നു. മില്ലറ്റ് റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റാഗിപ്പൊടി ഉപയോഗിച്ച് ഇഡ്ലിയും ദോശയും തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് മുളപ്പിച്ച റാഗിപ്പൊടിയാണ് ഞാനൊരു ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ്. റാഗി മുളപ്പിച്ചെടുക്കുമ്പോൾ അതിലുള്ള കാൽസ്യം, അയേൺ, അതുപോലെ ഡയറ്ററി ഫൈബറൊക്കെ 2 മടങ്ങിലധികമാവും. അതുപോലെ അതിലുള്ള വൈറ്റമിൻ സിയുടെ അളവ് കൂടുകയും നമ്മുടെ ബ്ലഡിലേക്ക് അയൺ അബ്സോർബ് ചെയ്യുന്നത് കുറച്ചും കൂടി ഈസി ആക്കുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ റാഗി മുളപ്പിച്ചതാവുമ്പോൾ ഡൈജസ്റ്റ് ആവാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ റാഗിപ്പൊടി ഉപയോഗിക്കുമ്പോൾ പരമാവധി ഞാൻ മുളപ്പിച്ച റാഗിപ്പൊടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ പൊടിക്കനുസരിച്ച് വ്യത്യാസമായിട്ടിരിക്കും. ഏകദേശം ഒരു കപ്പോ 1.5 കപ്പിൻ്റെ അടുത്ത് വെള്ളം വേണ്ടി വരും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. നമുക്ക് മാവ് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കാം, കുഴപ്പമില്ല. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഇത് നമുക്ക് 6 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ 1.5 കപ്പ് റാഗിപ്പൊടിക്ക് 1/2 കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കഴുകിയെടുക്കാം. ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് 6 മണിക്കൂർ ഇതും കുതിർത്തെടുക്കാം. ഇത് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ദോശയും ഇഡ്ലിയുടെയും ബാറ്റർ ഒരു 2 ദിവസം ഒക്കെ ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റി ഡബിൾ ആക്കിയാൽ മതി. ഇതിപ്പോൾ വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവൽ ചേർക്കാം. അവൽ ചേർക്കണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ അരയ്ക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് 1/4 കപ്പ് അവൽ എടുത്ത് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നമുക്ക് അരയ്ക്കുമ്പോൾ ഉഴുന്നിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ഇഡ്ലി ദോശയ്ക്കൊക്കെ അരയ്ക്കാറുള്ള മാതിരി അരച്ചെടുക്കണം. ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരിട്ട് വേണമെങ്കിൽ നമുക്ക് റാഗിയിലേക്ക്, നമ്മൾ നേരത്തെ മാറ്റി വെച്ച റാഗിയിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാൻ ആ റാഗി ഇതിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. കൈകൊണ്ട് യോജിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പം അതാണല്ലോ. അപ്പോൾ ആ റാഗി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ റാഗി കലക്കി വെച്ച് നല്ല തിക്കായി വന്നു. അപ്പം അതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറുപ്പം തൊട്ടേ കഴിച്ച് ശീലിച്ച ഇഡ്ലി ദോശയുടെ ടേസ്റ്റ് ആയിരിക്കില്ല മില്ലറ്റ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ. ആദ്യം തന്നെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എല്ലാവർക്കും ചിലപ്പോൾ ഇഡ്ലിയുടെ ടേസ്റ്റ് അല്ലെങ്കിൽ ദോശയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല. ഇഡ്ലിയുടെ ടേസ്റ്റാണ് കുറച്ചും കൂടി ഡിഫറൻസ്. ദോശ നമുക്ക് ക്രിസ്പിയാക്കിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. റാഗി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സി നന്നായി അടച്ച് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഞാനതിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിരുന്നു. ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്ത ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഇനി സാധാരണ ഇഡ്ലി ദോശയ്ക്കൊക്കെ പൊങ്ങാൻ നിൽക്കുന്നത് പോലെ ഇതും 6 മുതൽ 8 മണിക്കൂർ വരെ പൊന്താനായിട്ട് വെക്കണം. അതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിച്ച് ഇഡ്ലിയും ദോശയും തയ്യാറാക്കിയെടുക്കാൻ. പൊങ്ങാൻ വെച്ചിരുന്ന ബാറ്റർ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് ആദ്യം ഇഡ്ലി തയ്യാറാക്കി നോക്കാം. അതിനായിട്ട് ഇഡ്ലി തട്ടിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുകയാണ്. അതിന് ശേഷം ഇഡ്ലി മാവ് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയാണ് എടുത്തത്. അപ്പോൾ അത് നമ്മുടെ ഫ്ലെയിമൊക്കെ അനുസരിച്ചിരിക്കും. എന്തായാലും 10 മിനിറ്റിനും കൂടുതലെടുക്കും. അപ്പോൾ ഒന്ന് കുത്തു നോക്കി അറിയാമല്ലോ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. നമ്മുടെ ഇഡ്ലി ശരിക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതേ ബാറ്റർ വെച്ചിട്ട് തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാം. റാഗി കഴിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ ഒരു ഹെൽത്തി ഫാറ്റ് ചേർക്കാനായിട്ട് നമ്മൾ ഓർക്കണം. ഇപ്പോൾ ദോശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്താണ് നിങ്ങൾ ആഡ് ചെയ്യാറുള്ളത് വെച്ചെങ്കിൽ അത് ചേർത്തിട്ട് വേണം നമ്മൾ ദോശ ചുട്ടെടുക്കാനായിട്ട്.
കമ്പ് അല്ലെങ്കിൽ പേൾ മില്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ള ദോശയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ അരിയോ അവിലൊന്നും ചേർക്കാതെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ദോശ തയ്യാറാക്കിയെടുക്കാണ് മില്ലറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ബാജ്ര, പേൾ മില്ലറ്റ്, കമ്പ് എന്ന് പറയും മലയാളത്തിൽ. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് കമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് ആദ്യം കഴുകിയെടുക്കാം. മില്ലറ്റ്സിൽ പൊതുവെ വെള്ളത്തിൽ അലിയുന്ന ഫൈബറുകൾ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3-4 പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിലുള്ള ഫൈബർ കുറേയൊക്കെ ഈ വെള്ളത്തിൽ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് മില്ലറ്റ് പതുക്കെ ഒരു പ്രാവശ്യമേ കഴുകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം കളഞ്ഞ് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുതിർക്കാനായിട്ട് വെക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഇത് കുതിർത്തെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് മില്ലറ്റിന് 1/2 കപ്പ് ഉഴുന്ന്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് ഇതും കുതിർത്താനായിട്ട് വെക്കണം. ഈ മില്ലറ്റും ഉഴുന്നും കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 7 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിന് അരച്ചെടുക്കണം. എന്നിട്ട് ആദ്യം നമുക്ക് ഈ ഉഴുന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ചേർക്കുന്നില്ല, നമ്മൾ ഈ ഉഴുന്ന് മാത്രമാണ് ഞാൻ ചേർക്കണേ. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഉഴുന്ന് ഒരുവിധം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇതിലേക്ക് കമ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കുതിർത്തെടുത്ത എല്ലാ കമ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്നും കമ്പും സെപ്പറേറ്റ് ആയിട്ട് നന്നായി അരച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ രീതിയിലും ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് കുറച്ചുള്ളത് കൊണ്ട് മിക്സിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രൈൻഡറിൽ ചെയ്യാവുന്നതാണ്. ഇത് വേണമെങ്കിൽ ഡബിൾ ആക്കിയിട്ട് ചെയ്യാം. അതായത് 3 കപ്പ് മില്ലറ്റും 1 കപ്പ് ഉഴുന്നും വെച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇത് ഏകദേശം ഈ അളവിൽ ഒരു 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ ഈ മാവ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മില്ലറ്റും ഉഴുന്നും കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ മില്ലറ്റ് വെച്ച് ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാനാണ്. കാരണം മില്ലറ്റ് പുതിയതാണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന ഇഡ്ഡലി ദോശയിൽ നിന്നും കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്തായാലും ടേസ്റ്റ്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കുന്നതാണ് നല്ലത്. നമ്മുടെ ബാറ്റർ നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കോയമ്പത്തൂർ ഇപ്പോൾ ഈ സമയത്ത് നല്ല തണവാണ്. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട്. 7-8 മണിക്കൂർ എടുക്കും പൊന്തി വരാനായിട്ട്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ 7-8 മണിക്കൂർ കഴിഞ്ഞു. ഇവിടെ കുറച്ച് തണവ് കൂടുതലുള്ള കാരണം അത്ര നന്നായിട്ട് പൊന്തിയിട്ടൊന്നുമില്ല മാവ്, എന്നാലും പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഇളക്കി ഇനി നമുക്കിത് വെച്ച് ദോശ തയ്യാറാക്കിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിയും ചെയ്തെടുക്കാം. ഇഡ്ഡലിയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കമ്പ് വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ദോശയാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാം. മില്ലറ്റിൻ്റെ ദോശയുടെ കൂടെയൊക്കെ ഞാനെപ്പോഴും ചമ്മന്തിക്കാളും കറികളാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ അധികം അറിയില്ല, അവർ കഴിച്ചോളും ധൈര്യമായിട്ട്. നെയ്യ് ഇതുപോലെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശകളും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനിയും ഇതുപോലെയുള്ള മില്ലറ്റ് റെസിപ്പീസ് ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.